കോൺഗ്രസിൽ നിന്നുള്ള ഒരു പുതിയ വാർത്തയാണ് വരുന്നത്. നൃപനാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കെ സുധാകരനും കെ മുരളീധരനും കൈകോർത്ത് പുതിയ ഗ്രൂപ്പ് എന്നുള്ള വാർത്തയാണത്. കെ കരുണാകരൻ്റെ ജന്മദിന അനുസ്മരണത്തിൽ കെ സുധാകരന് മാത്രമാണ് ക്ഷണം. കെ മുരളീധരൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നൃപൻ ചേരുന്നു. നൃപൻ, ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് സംസ്ഥാനത്ത് പ്രാമുഖ്യം നേടുന്നത്. അതിന് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് കെ മുരളീധരൻ, കെ സുധാകരൻ എന്നിവർ. രണ്ടുപേർക്കും വലിയ അനുയായി വൃന്ദമുണ്ട് കോൺഗ്രസിൽ. എന്താണ് വാർത്തകൾ? നേരത്തെ തന്നെ ഈ കെ മുരളീധരൻ്റെ തൃശ്ശൂരിലെ പരാജയത്തിന് ശേഷം വലിയ തരത്തിലുള്ള ആഭ്യന്തര കലഹം കോൺഗ്രസിൽ ഉടലെടുത്തതാണ്. അത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കെ മുരളീധരൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയത്. അതിൽ ആദ്യം കെ മുരളീധരനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ നേരിട്ട് മുരളീധരൻ്റെ വസതിയിലെത്തിയിരുന്നു. അതിനുശേഷം കെ സുധാകരൻ പറഞ്ഞ വാക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം മുരളീധരൻ്റെ വിഷമം, സങ്കടം, അദ്ദേഹത്തിൻ്റെ പരാതി വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകും. അദ്ദേഹം ആവശ്യപ്പെടുന്ന ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം അദ്ദേഹത്തിന് കെ പി സി സി അധ്യക്ഷ പദവി വേണമെങ്കിൽ അത് നൽകും എന്നതായിരുന്നു കെ സുധാകരൻ്റെ ആദ്യ പ്രതികരണം. അതുമുതൽ തന്നെ കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള ഐക്യം ഉടലെടുത്തതാണ്. മുരളീധരൻ തിരുവനന്തപുരത്തേക്ക് വന്നു. അദ്ദേഹം തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. അന്ന് മുതൽ പോസ്റ്റർ പ്രചരണം ജില്ലയിലും വിവിധ സ്ഥലങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി പ്രചരിച്ചു. അതുമുതൽ കെ സുധാകരനും കെ മുരളീധരനും തമ്മിലുള്ള അടുപ്പം വളരെ ശക്തമായി. അത് പുതിയൊരു ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് പോകുന്നു എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. കെ കരുണാകരൻ്റെ 106ാം ജന്മദിനാഘോഷം ഈ വരുന്ന 5-ാം തീയതി അയ്യങ്കാളി ഹാളിൽ നടക്കുകയാണ്. അതിൻ്റെ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട പോസ്റ്റർ, അതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് കെ മുരളീധരൻ നേരിട്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പോസ്റ്റർ നഗരത്തിലെങ്ങും പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ആ പോസ്റ്ററിൽ കെ മുരളീധരനും ഒപ്പം തന്നെ കെ കരുണാകരൻ്റെ അനുസ്മരണമായതുകൊണ്ട് കെ കരുണാകരൻ്റെ ചിത്രവും ഒപ്പം തന്നെ കെ സുധാകരൻ്റെ ചിത്രം മാത്രമാണ് ആ പോസ്റ്ററിൽ വച്ചിട്ടുള്ളത്. വി ഡി സതീശനെയോ മറ്റ് നിലവിലുള്ള, നേരത്തെ ഷംബി പറഞ്ഞതുപോലെ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ആരെയും പ്രധാന നേതാക്കളെയൊന്നും ആ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുമില്ല. ഇത് വ്യാപകമായി ആദ്യമായിട്ടാണ് കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ തന്നെ. സാധാരണ കെ പി സി സിയും കെ കരുണാകരൻ സ്റ്റഡീസ് സെൻ്ററും ഒക്കെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ കെ മുരളീധരൻ തന്നെ നേരിട്ട് ഒരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ പുതിയ സമവാക്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കെ സുധാകരനും കെ മുരളീധരനും നേതൃത്വം നൽകുന്ന പുതിയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പുതിയ അച്ചുതണ്ട്, പുതിയ രാഷ്ട്രീയ സമവാക്യം, ഗ്രൂപ്പ് സമവാക്യം രൂപപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന 5-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ വി ഡി സതീശനെ, പ്രതിപക്ഷ നേതാവിനെയും മറുവിഭാഗത്തെ ഒരു നേതാക്കളെയും ക്ഷണിച്ചിട്ടുമില്ല. ഷമ്മി, നൃപന്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഗ്രൂപ്പ് രൂപീകരണത്തിലേക്ക് മുരളീധരൻ പങ്കാളിയാവുന്നത്? കാരണം അദ്ദേഹം കെ പി സി സി സുധാകരൻ പങ്കാളിയാവുന്നത്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു തോൽവി, അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ ഘടകങ്ങളായി വരുന്നുണ്ടാവും. പക്ഷേ കെ സുധാകരനെ സംബന്ധിച്ച് അത്തരത്തിലൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് സാധ്യമാവുക? ഷമ്മി, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് തിരിച്ചെത്തുന്നത് മുതൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വി ഡി സതീശനും പ്രത്യേകിച്ച് നിലവിൽ ഔദ്യോഗികമായി കേരളത്തിലെ കോൺഗ്രസിനെ കൈയടക്കി വച്ചിരിക്കുന്ന വിഭാഗം കെ സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റണം എന്ന നിലപാടുകാരാണ്. ഒപ്പം തന്നെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയത് ആത്മഹത്യാപരമായിരുന്നു. അതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത് സർജിക്കൽ സ്ട്രൈക്ക് അത് നടത്തിയത് വി ഡി സതീശൻ തന്നെയാണ് എന്ന് വി ഡി സതീശ വിഭാഗം PR ഓപ്പറേഷനിലൂടെ അവർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അവസാന ഘട്ടത്തിൽ ഈ മാറ്റം കാരണം നഷ്ടം സംഭവിച്ചത് കെ മുരളീധരനാണ്. ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനമെടുക്കുന്നതിലും കെ സുധാകരന് ഒരു തരത്തിലുള്ള പങ്കുമില്ല. രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. തന്നെ മാറ്റാനുള്ള ശ്രമം വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ മറുഭാഗത്ത് നടന്നിരുന്നു. തന്നെ പദവിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായി വി ഡി സതീശൻ തടഞ്ഞു. അപ്പോഴെല്ലാം കെ സുധാകരന് പിന്തുണ നൽകിയിരുന്ന നേതാവ് കെ മുരളീധരനാണ്. കെ മുരളീധരൻ പറഞ്ഞൊരു വാക്യം തന്നെ ഇതാണ്. കാരണം ഈ സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റേണ്ട സാഹചര്യം നിലവിലില്ല. അദ്ദേഹം ആ പദവിയിൽ തുടരുന്നുണ്ട്. നേരത്തെയും MP എന്ന പദവിയിൽ തുടർന്നപ്പോൾ തന്നെ അദ്ദേഹം കെ പി സി സി അധ്യക്ഷ പദവി തുടർന്നയാളാണ്. ഇപ്പോൾ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് കരുതുന്നില്ല എന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ചത് കെ മുരളീധരനാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർ തുല്യ ദുഃഖിതരാണ്. നിലവിൽ വി ഡി സതീശനെതിരെയുള്ള വലിയ തരത്തിലുള്ള അതൃപ്തി മുതിർന്ന നേതാക്കൾക്കുണ്ട്. അതുകൂടി മുതലെടുത്തുകൊണ്ടാണ് കെ മുരളീധരനും കെ സുധാകരനും ഒന്നിച്ച് കൈകോർക്കുന്നത്. ഷമ്മി, നൃപൻ, നമുക്കറിയാം ലോക്സഭാ ഇലക്ഷന് ശേഷം കെ പി സി സി അധ്യക്ഷ പദവി തിരിച്ചെടുക്കാനായി ഇന്ദിരാ ഭവനിലെത്തിയ കെ സുധാകരനുണ്ടായ അനുഭവം, അദ്ദേഹത്തിന് ആ പദവി
തിരികെ കിട്ടിയില്ല. അതിനുശേഷം അദ്ദേഹം വലിയ ഒരു വേദനയോടുകൂടി തിരിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. അന്ന് തന്നെ വ്യക്തമായതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ താൻ അപ്രസക്തനാക്കപ്പെടുന്നു എന്നുള്ള ചിന്ത കെ സുധാകരനുണ്ടായി എന്നുള്ളത്. അതും അതേ സാഹചര്യത്തിൽ തന്നെയാണ് കെ മുരളീധരനും. ഇത് രണ്ടും ഒരുമിച്ച് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് ഇക്വേഷനിൽ ഒരു മാറ്റം ഉണ്ടാകില്ലേ? ഷമ്മി, നിലവിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് മുതിർന്ന നേതാക്കളെല്ലാം ഒരു ചേരിയിലും വി.ഡി. സതീശനും അദ്ദേഹത്തുമായി ചേർന്ന് നിൽക്കുന്ന പദവികൾ, പ്രത്യേകിച്ച് അധികാര രാഷ്ട്രീയത്തിൽ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നേതാക്കൾ വി.ഡി. സതീശനൊപ്പവും അങ്ങനെ ഒരു സമവാക്യമാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. ആ നിലയിൽ ഇതിനെ എതിർക്കുന്ന കെ സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റണം എന്ന ഉറച്ച നിലപാട് തന്നെയാണ് വി.ഡി. സതീശനുള്ളത്. വി.ഡി. സതീശൻ പല തവണ ഹൈക്കമാൻഡ് ഇക്കാര്യം അറിയിച്ചു. അവസാനം മൈക്ക് തട്ടി മാറ്റൽ സംഭവവുമായി ബന്ധപ്പെട്ട് കെ.സി. വേണുഗോപാലിനോട് അസന്നിഗ്ധമായി വി.ഡി. സതീശൻ പറഞ്ഞതാണ്, ഇനി ഇങ്ങനൊരു കെ.പി.സി.സി. അധ്യക്ഷനൊപ്പം തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, രണ്ടിലൊന്നും തീരുമാനിക്കണമെന്ന നിലപാട് ഹൈക്കമാൻഡ് എടുത്തിരുന്നു. പക്ഷേ അന്നും നടന്നില്ല. രണ്ടാമത് ഈ പറഞ്ഞ താൽക്കാലിക ചാർജ് ആക്ടിംഗ് പ്രസിഡന്റ് പദവി എം എ ഹസന് നൽകിയ ശേഷം അത് തുടർന്നു പോവുക, പുതിയ കെ.പി.സി.സി. അധ്യക്ഷനെ തിരഞ്ഞെടുപ്പിന് ശേഷം എടുക്കുക എന്നായിരുന്നു വി.ഡി. സതീശൻ്റെ ഒരു ആശയം. അങ്ങനെയാണ് അദ്ദേഹം കരുതിക്കുട്ടി മുന്നോട്ട് പോയത്. പക്ഷേ പെട്ടെന്ന് കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ കെ.പി.സി.സി. ആസ്ഥാനത്ത് അദ്ദേഹം സ്വമേധയാ ഏറ്റെടുത്ത് എത്തി അദ്ദേഹം പദവി ഏറ്റെടുക്കുകയായിരുന്നു. ഇങ്ങനെ വലിയ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. വി.ഡി. സതീശൻ്റെ ഏകപക്ഷീയമായ പല പോക്കിനും, ഒന്ന് വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ടുപോയത് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടാക്കിയ ഒരു അവസരം, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ അതിൽ ഒരു സംശയമുള്ളത്, കെ.സി. വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്ന സമയത്താണല്ലോ മുരളീധരനെ കൊണ്ടുവരുന്നത്, ആലപ്പുഴയ്ക്ക് കൊണ്ടുവരുന്നതും ഷാഫി വടകരയിലേക്ക് പോകുന്നതും. അത് വി.ഡി. സതീശൻ്റെ മാത്രം ഒരു തീരുമാനം എന്ന് പറയാൻ കഴിയുമോ? അത് തീർച്ചയായും കെ.സി. വേണുഗോപാലിൻ്റെ നീക്കം തന്നെയല്ലേ അത് ഈ തീരുമാനം വരുന്നത് ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് തൃശ്ശൂരിൽ വലിയ തരത്തിൽ ഒരു പോരാട്ടം നടക്കുന്നു, ത്രികോണ മത്സരം വരികയാണ്, അവിടെ BJP ജയിക്കും. ആ ആശങ്ക ഒഴിവാക്കുന്നതിന് വേണ്ടി കെ മുരളീധരനെ വടകരയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന തരത്തിലൊരു പ്രചരണം നടത്തി. പക്ഷേ മുരളീധരന് രണ്ടാമത് കാര്യങ്ങൾ മനസ്സിലായി. അതാ ഷമ്മി പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആ വഴി ഒരുക്കൽ കെ.സി. വേണുഗോപാലിന് വേണ്ടിയായിരുന്നു. അത് സാമുദായിക പരിഗണന ഉണ്ടാക്കുക എന്നാണ്. ഈ പറഞ്ഞ വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ മത്സരിക്കില്ലേ എന്നുള്ള ആശങ്ക ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ആലപ്പുഴ സീറ്റ് നിർണയം വൈകിയത്. അവസാനത്തെ ഈ സീറ്റ് സമവാക്യത്തിൽ മാറ്റം വരുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വടകരയിൽ വേണമെന്ന് തീരുമാനിക്കുന്നതും അങ്ങനെ ഷാഫി അവിടെ കൊണ്ടുവരികയും ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സമീപനങ്ങളും എടുക്കുന്നത് കെ.സിക്ക് വേണ്ടിയാണ്. അതിൽ ബലിയാടായത് കെ മുരളീധരനാണ്. ഇത്തരത്തിലുള്ള ഈ ആസൂത്രണം ദില്ലിയിൽ വെച്ച് ഇത്തരത്തിലുള്ള ആസൂത്രണത്തിന് നേതൃത്വം നൽകിയത് വി.ഡി. സതീശനാണ്. അതിനെ തന്നെ ബോധപൂർവ്വം കബളിപ്പിച്ചു എന്ന നിലപാടാണ് കെ മുരളീധരനുള്ളത്. അതാണ് കെ മുരളീധരനെ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ പ്രാദേശികമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കെ മുരളീധരൻ പറഞ്ഞു, അങ്ങനെ ആർക്കെതിരെയും നടപടി വേണ്ട, പ്രാദേശികമായി മാത്രം വിഷയം അവസാനിപ്പിക്കുക, അങ്ങനെ തീരുന്നതല്ല.